ഹായ് ഗൈസ്. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ഇവിടെ ഞാൻ എന്താക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ടൈംസ് ഫാഷൻ വീക്ക് ആണ്. അപ്പോൾ അത് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കാണാൻ വന്നതാണ്. ഞാൻ എല്ലാം ആഡ് ചെയ്യണം. ഞാൻ ബാംഗ്ലൂരിലേക്ക് ട്രെയിനിലാണ് വന്നത്. അൺഎക്സ്പെക്റ്റഡ് പ്ലാനിങ് ആയിരുന്നു. ബട്ട് ഇത് ഒന്നിനും ബാക്കിൽ നിൽക്കില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. സോ ഷോക്കൊക്കെ പോയി ഞാൻ ഇന്നലെ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. സോ ഇത് രണ്ടാമത്തെ ദിവസമാണ്. ഞാൻ ഇന്നലത്തത് ആഡ് ചെയ്യും, പക്ഷെ ഞാനിവിടെ എത്തി എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും ഇന്നത്തെ ഷോ അടിപൊളിയായിരുന്നു. ഒരു കിണ്ടി ആയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഏകദേശം. അപ്പോൾ ഇന്ന് ഞാൻ റൂം വെക്കേറ്റ് ചെയ്യാണ്. സോ അപ്പം ഞാനിപ്പോൾ MG റോഡിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നുള്ളൊരു അവസ്ഥ തപ്പിക്കൊണ്ടിരിക്കും. പിന്നെ ഞാൻ പറയാൻ മറന്നു പോയിട്ടുണ്ടാവും, ഞാൻ നിന്നത് ഗാന്ധിനഗറിലാണ്. പിന്നെ ഞാൻ പറയുന്നത് കേട്ടു മെജസ്ട്രിക് അങ്ങനത്തെ ഒരു സ്ഥലത്തിൽ ബസ് സ്റ്റോപ്പ് ഭയങ്കര ഫേമസ് ആണ്. അപ്പം ഞാൻ അവിടെ നിന്നാണ് ബസ് കയറിയത്. ഇവിടുത്തെ ആൾക്കാർക്ക് വലിയ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഇല്ലാന്ന് തോന്നുന്നു. ഞാൻ കുറേ ആൾക്കാരോട് ചോദിച്ച് എന്നിട്ടാണ് ലാസ്റ്റ് എനിക്ക് തപ്പി തെരഞ്ഞിട്ടൊരു MG റോഡിലേക്കുള്ളൊരു ബസ് കിട്ടിയത് തന്നെ കേട്ടോ. അങ്ങനെ MG റോഡിലെത്തി. അപ്പോൾ നമ്മളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ് പോകുന്നത്. MG റോഡ്. ഗൈസ്, നമ്മൾ കുറച്ച് നേരത്തേക്ക് ഒരു ഉള്ളിവടയും അതിൻ്റെ പേരെന്താ, ഉള്ളിവടയും പരിപ്പ് വടയും കഴിക്കാൻ പോവാണ്. ഉള്ളിവട ബാംഗ്ലൂർ വന്നിട്ട് അവിടെ വെച്ച കണ്ടപ്പോൾ പിന്നെ തിന്നു പോവാന്ന് വിചാരിച്ചു. ആ ഉള്ളിവടേൻ്റെ ക്രഞ്ച് ഉണ്ടല്ലോ, എന്നെ കേരളത്തിലെ പിന്നെയും എന്നെ ഓർമ്മിപ്പിച്ചു. അങ്ങനെ ഈ വഴി കൂടെ പോകുമ്പം ഇത് MG റോഡാണ്, പക്ഷേ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ല. അപ്പം ഞാൻ വഴി തെറ്റി വന്നെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഞാൻ തപ്പിപ്പിടിച്ച് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കയറിപ്പോയി. ഇവിടെ നമുക്ക് അവിടുത്തെ ആൾക്കാരാണെങ്കിൽ ഇവിടെ നിന്ന് നല്ല ചീപ്പ് റേറ്റിൽ വാങ്ങിക്കൊണ്ടുപോകാമെന്നാണ് എനിക്ക് തോന്നിയത്. പുറത്തത്തെ ഒരാളാണെന്ന് പറയുമ്പോൾ ലൈക്ക് ഞാൻ ഓട്ടോ പിടിച്ച് വന്നപ്പോൾ തന്നെ 50 രൂപ ചാർജ് ചെയ്യേണ്ട കൊടുത്ത് അവർ 100 രൂപ ചാർജ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഓട്ടോയിലല്ല വന്നത്. ബട്ട് ഇവർ പുറത്തത്തെ ആളാണെന്ന് കാണുമ്പോഴത്തേക്ക് ഇവർ എന്താ പറയുക, മനുഷ്യന്മാരല്ല, ഇവരുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടാവുന്ന പോലെ ട്രീറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ. പക്ഷേ ഡ്രസ്സിന് നൈസ് കളക്ഷൻസ് ഉണ്ട്. പക്ഷേ എനിക്കിപ്പം തിരിച്ച് ഇവൻറ്റിലേക്ക് പോകണം. അപ്പം ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇവൻറ്റിലേക്ക് പോവാണ്. ബാക്കി അവിടെ നിന്ന് കാണാം. ബൈ ഗൈസ്.